മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിത്തിര പറയുന്നതൊക്കെ കേട്ടിട്ട് ശ്രീജ പറയുന്നുണ്ട്, എന്തായാലും ഇനി ഇവിടെ പലതും നടക്കും. അതിനു മുമ്പ് ആ SP-യുടെ മനസ്സൊന്ന് മാറിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ, അവരുടെ മനസ്സ് മാറാനോ? അതിലും എളുപ്പമായിരിക്കും സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ചിത്തിര. തുടർന്ന് റസിയ ജാമ്യത്തിൽ ഇറങ്ങിയെന്നുള്ള വിവരം മല്ലികാമയെ വിളിച്ചറിയിക്കാനും ചിത്തിര ശ്രീജയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് റസിയ ജയിലിൽ നിന്ന് ഇറങ്ങി പ്രതിഭയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിഭ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രതിഭയെ കാണുന്നതും റസിയ പറയുന്നുണ്ട്, നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരു നല്ല വക്കീലിനെ തന്നെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഏർപ്പാടാക്കിയതെന്നൊക്കെ പറയുമ്പോൾ പ്രതിഭ പറയുന്നുണ്ട്, നമുക്കിടയിൽ ഒരു ഫോർമാലിറ്റീസ് വേണോ റസിയ? റസിയക്ക് ഒരു ആപത്ത് വന്നാൽ അത് എനിക്ക് വന്നതുപോലെ തന്നെയല്ലേ? റസിയയെ രക്ഷിക്കേണ്ടത് എൻ്റെയും കൂടെ കടമയല്ലേ? റസിയ ഒരിക്കലും പുറത്തു വരില്ലെന്നായിരിക്കും മല്ലിക വിചാരിച്ചത്. ആ തോന്നൽ മാറിയല്ലോ. നമ്മൾ ആരാണെന്ന് മല്ലിക അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പ്രതിഭ അങ്ങനെ പറയുമ്പോൾ, പ്രതിഭാമ പുറത്തു നിന്ന് കളി കണ്ടാൽ മാത്രം മതി, മല്ലികയെ ഞാൻ തീർത്തോളാം എന്ന് പറയുന്നുണ്ട് റസിയ. അപ്പോൾ പ്രതിഭ പറയുന്നുണ്ട്, എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. റസിയ പുറത്തിറങ്ങിയെന്നറിയുമ്പോൾ തന്നെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കും മല്ലിക നിൽക്കുന്നത്. വീണ്ടും അവളുടെ മുമ്പിൽ തന്നെ ചെന്ന് ചാടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പ്രതിഭ അങ്ങനെ പറയുമ്പോൾ റസിയ പറയുന്നുണ്ട്, എൻ്റെ ഒരു സ്വഭാവം എന്താണെന്നറിയോ? ഇങ്ങോട്ട് അടിച്ചാടി അത്രയും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു സ്വസ്ഥയും കിട്ടില്ല. മനസ്സ് ചൂടായിട്ട് നിൽക്കുമ്പോൾ വേണം എന്തെങ്കിലും ചെയ്യാൻ, അല്ലാതെ ദേഷ്യം തണുത്ത് മരവിച്ചതിന് ശേഷം തിരിച്ചടിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പും ഇല്ല എന്ന് പറയുന്നുണ്ട് റസിയ. ഇനിയിപ്പോൾ നേരിട്ടൊന്നും ചെയ്യണ്ട, നമുക്ക് ആളെ ഇറക്കാം. ഇതുവരെ പറ്റിയ അബദ്ധങ്ങളൊക്കെ പൊക്കോട്ടെ, ഇനി പിഴവ് പറ്റാതെ നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെ പ്രതിഭ പറയുമ്പോൾ, മല്ലികയെ കൊല്ലണം, അത് എൻ്റെ ആവശ്യം. പ്രതിഭാമ മനസ്സുകൊണ്ടുള്ള സഹായം മാത്രം ചെയ്താൽ മതിയെന്ന് റസിയ പറയുമ്പോൾ, റസിയെ നിനക്ക് പ്രായം കുറവാ, അതിൻ്റെ ഒരു പക്വതക്കുറവുണ്ട്. അത് തെറ്റാണെന്നൊന്നുമല്ല, അതൊക്കെ സ്വാഭാവികമാണ്. എന്നാലും ഇനി നല്ലതുപോലെ ഗൃഹപാഠം ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ ഇനിയും സംഭവിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ പ്രതിഭ. അപ്പോൾ റസിയ പറയുന്നുണ്ട്, പേടിക്കേണ്ട, ഒരബദ്ധം ആർക്കും പറ്റും, ഇനി ഇത് ആവർത്തിക്കില്ല. അടുത്ത തവണ മല്ലിക വീണിരിക്കുന്നു തീർത്ത് പറയുമ്പോൾ, വീഴണം. അങ്ങനെ വീഴുന്ന അവളുടെ മൃതശരീരത്തിന് മുമ്പിൽ എനിക്ക് റീത്ത് സമർപ്പിക്കണം. നേരിട്ടും അല്ലാതെയും പല ശ്രമങ്ങളും ഞാൻ നടത്തി, ഒന്നും വിജയിച്ചില്ല. റസിയയിലൂടെ ആ വിജയം എനിക്ക് സ്വന്തമാക്കണം. ക്യാഷ്, ആൾബലം, ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എന്താ വേണ്ടതെന്ന് റസിയ തീരുമാനിച്ചോ? എന്തിനും കൂടെ ഞാനുണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതിഭ. അത് ചാവാനാണെങ്കിലും കൊല്ലാണെങ്കിലും എന്ന് കൂടി പ്രതിഭ പറയുമ്പോൾ, ഞാൻ ആലോചിച്ച് തീരുമാനിക്കട്ടെ, എന്നിട്ട് അറിയിക്കാമെന്ന് റസിയ പറയുമ്പോൾ, മതി, അത് മതിയെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടെ അവിടെ ഒന്നും പോവാണ് കേട്ടോ പ്രതിഭ. അതിനുശേഷം കാണിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിരഞ്ജനയുടെ അടുത്ത് വന്നിട്ട്, ആഹാ അത്ഭുതമാണല്ലോ, നീ പഠിക്കുന്നു ചിത്തിര പറയുമ്പോൾ, പരീക്ഷയല്ലേ വരുന്നത്, പാസ്സാവണ്ടേന്ന് പറയുന്നുണ്ട് നിരഞ്ജനയും. തുടർന്ന് ചിത്തിര, അതെ നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണ്ടേ? ഹരിയുടെ വീട് താമസമല്ലേ എന്ന് ചിത്തിര പറയുമ്പോൾ, അതിന് പുതിയ വീടെന്ന് പറയാൻ പറ്റില്ലല്ലോ, പഴയ വീട്ടിൽ തന്നെയല്ലേ അവരിനിയും താമസിക്കാൻ പോകുന്നത് നിരഞ്ജൻ ചോദിക്കുമ്പോൾ, പണ്ടുണ്ടായിരുന്നത് വാടക വീട്, അത് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ പുതിയ വീടായില്ലേ? നമ്മളൊരു പുതിയ വീട് വാങ്ങുമ്പോൾ എന്തൊക്കെയാ ചെയ്യുക, അതൊക്കെ ഈ വീട്ടിലും ചെയ്യും. പൂജയും പാല് കാച്ചിലൊക്കെ ഉണ്ടാവുന്ന ഞാൻ അറിഞ്ഞത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തേ പറ്റൂന്നൊക്കെ ചിത്തിര അങ്ങനെ പറയുമ്പോൾ, നമ്മളല്ല നീ കൊടുക്കണമെന്ന് നിരഞ്ജന പറയുമ്പോൾ, എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്, അച്ഛമ്മയോട് ചോദിച്ചാൽ സമ്മതിക്കില്ല, രഹസ്യമായിട്ട് വേണം ഗിഫ്റ്റ് വാങ്ങാനും കൊടുക്കാനും ചിത്തിര പറയുമ്പോൾ, വാങ്ങിച്ചോ കൊടുത്തോ, നിൻ്റെ ഹരിയുടെ വീട്, അതിലെന്താണെന്ന് ചോദിക്കുന്നുണ്ട് നിരഞ്ജന. നീയും കൂടെ വരണം, നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാൻ ചിത്തിര പറയുമ്പോൾ, എന്നെ എന്തിനാ ചിത്തു ശല്യപ്പെടുത്തുന്നത്, എനിക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് നിരഞ്ജന പറയുമ്പോൾ, ഓ ഒരു പഠിത്തക്കാരി, ഇത്രയും ദിവസം സമയമുണ്ടായിട്ടും ബുക്ക് തലയണയാക്കി ഉറങ്ങിയവള്, ഇപ്പോൾ ഈ അവസാന നിമിഷം നീ പഠിക്കേണ്ട, നീ എൻ്റെ കൂടെ വരും, നമ്മൾ ഗിഫ്റ്റ് വാങ്ങുന്നൊക്കെ ചിത്തിര പറയുമ്പോൾ, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം, എനിക്ക് ബിരിയാണി വാങ്ങി തരണമെന്നൊക്കെ പറയുന്നുണ്ട് നിരഞ്ജന. അതൊക്കെ ഞാൻ ഏറ്റവും ചിത്തിര പറയുമ്പോൾ, എടി നീയും ഹരിയും കൂടെ പോയി വാങ്ങിയാൽ പോരെ, ഞാൻ വരണോ നിരഞ്ജന വീണ്ടും ചോദിക്കുന്നതും, ഹരിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് അവനുമായിട്ട് ചെന്ന് വാങ്ങണോ? പിന്നെ എന്താ അതിലൊരു ത്രില്ലുള്ളത്? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസ് അല്ലേ? ആ സർപ്രൈസ് കിട്ടണമെങ്കിൽ വാങ്ങുന്ന ആൾ ആ സമയത്ത് മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് ചിത്തിര. എന്നാൽ പോയേക്കാന്ന് നിരഞ്ജനയും പറയുമ്പോൾ ചിത്തിര പറയുന്നുണ്ട്, ഞാൻ ട്യൂഷൻ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങും, നീ അതിനു മുമ്പേ എന്തെങ്കിലും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങണം, നമുക്ക് ആ പള്ളിയുടെ അടുത്ത് വെച്ച് കാണാം, അവിടുന്ന് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ നിരഞ്ജനയും അതിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ചിത്തിരയെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നിരഞ്ജന. അപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടും ചിത്തിര വരുന്നില്ല. അപ്പോൾ ഇതേ സമയം സൈമൺ അവിടേക്ക് എത്തിയിട്ട് ചിത്തിരയെ കാത്തു നിൽക്കുകയാണോ? ചിത്തിര വരുന്നു തോന്നുന്നില്ല, ചിത്തിരയെ കുറേ ആളുകൾ കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ, ആരാണ് നിരഞ്ജന ടെൻഷനോട് കൂടി ചോദിക്കുമ്പോൾ, കണ്ടിട്ട് ക്രിമിനൽസ് പോലെ തോന്നിയെന്ന് പറയുന്നുണ്ട് സൈമൺ. അത് അവരുടെ ആളുകളാ റസിയയുടെ, വേഗം പരാതി കൊടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും എന്നൊക്കെ സൈമൺ ഇങ്ങനെ പറയുമ്പോൾ, പരാതി കൊടുത്താലാണ് പ്രശ്നമാവുക, നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ വാർത്ത അവർ സ്പ്രെഡ് ചെയ്യും, ഇത് ചിത്തുവിൻ്റെ ഭാവിയെ ബാധിക്കും എന്ന് പറയുന്നുണ്ട് നിരഞ്ജന. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന സൈമൺ ചോദിക്കുമ്പോൾ, ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് നിരഞ്ജന പറയുന്നതും, എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് പറയുന്നുണ്ട് സൈമൺ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന അവിടെ ഒന്നും പോവാണ്ട് ചെയ്യുന്നത്.
പിന്നീട് കാണിക്കുന്നത് ഒരു രഹസ്യ സങ്കേതത്തിൽ തടവിലാക്കി വെച്ചിരിക്കുന്ന ചിത്രയെയാണ് കേട്ടോ. ഇതേ സമയം റസിയ ചിത്രയുടെ അടുത്ത് വന്നിട്ട്, എങ്ങനെയുണ്ട് മോളെ, സുഖാണോ? എന്നെ ജയിലിലാക്കിയപ്പോൾ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു അല്ലേ? ഒന്നും തീർന്നിട്ടില്ല, എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യം നീ, പിന്നെ നിന്റെ അച്ഛമ്മ. രണ്ടുപേരും ഒരു ഓർമ്മയും വെളിവുമില്ലാതെ, ഒരാളെ പോലും തിരിച്ചറിയാനുള്ള ശേഷിയില്ലാതെ തെരുവിലൂടെ തെക്ക് വടക്ക് നടക്കുമെന്നൊക്കെ റസിയ പറയുന്നത് കേൾക്കുമ്പോൾ, അതൊക്കെ നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്, ഞങ്ങളെ ഒന്നും ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ചിത്തിര. അപ്പോൾ ഇത് കേൾക്കുന്ന റസിയ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ വരുത്തിച്ചതല്ലേ. എനിക്കിതിന് കഴിയുമെങ്കിൽ മറ്റു പലതും കഴിയും എന്താ നീ വിചാരിക്കാത്തത്? നിന്നെ ഞാനിവിടെ കാലാകാലം തടവിലാക്കാനൊന്നുമല്ല കൊണ്ടുവന്നത്. 3 ഡോസ് മരുന്ന് തരും, ഒന്ന് ഇപ്പോൾ, ഒന്ന് കുറച്ച് കഴിയുമ്പോൾ, പിന്നെ അവസാനം ഒരെണ്ണം കൂടി തരും. അത് കഴിയുന്നതോടുകൂടി നിനക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റം എനിക്കൊന്ന് കാണണം. തുടർന്ന് ആ മരുന്ന് എടുത്ത് കാണിച്ചതിന് ശേഷം റസിയ പറയുന്നുണ്ട്, എനിക്ക് മരുന്ന് തന്ന ആൾ പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ നിനക്ക് പിന്നെ സ്ഥലകാല ബോധമോ ഓർമ്മയോ ഒന്നും ഉണ്ടാവില്ല. നിനക്കാരെയും തിരിച്ചറിയാനും പറ്റില്ല. പഴയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് റസിയ. തുടർന്ന് പറയുന്നുണ്ട്, എല്ലാ ഓർമ്മകളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ നിന്നെ മോചിപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ റസിയ പറയുന്നത് കേൾക്കുമ്പോൾ, ഞാൻ അതിന് സമ്മതിച്ചില്ലെങ്കിലോ ചിത്ര തിരിച്ച് ചോദിക്കുന്നതും, നിന്റെ സമ്മതം ആർക്ക് വേണം? ഞാൻ തീരുമാനിച്ചത് ഞാൻ ചെയ്യും. റസിയയുടെ ഉഗ്രരൂപമാണ് ഇനി നീ കാണാൻ പോകുന്നത്. ശരിയാക്കി തരാം. നിന്റെ അച്ഛമ്മയ്ക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മരുന്ന് ചിത്രയുടെ ദേഹത്ത് ഇഞ്ചക്ട് ചെയ്യാനായി ഒരുങ്ങാണ് റസിയ. അപ്പോൾ ചിത്ര പറയുന്നുണ്ട്, വേണ്ട, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് പരീക്ഷ എഴുതാനുള്ളതാണെന്നൊക്കെ ചിത്ര ഇങ്ങനെ റസിയയുടെ അടുത്ത് അപേക്ഷിക്കുമ്പോൾ, നീ എഴുതണ്ടടി പരീക്ഷ, റാങ്ക് പ്രതീക്ഷിച്ചിരിക്കല്ലേ നിന്റെ അച്ഛമ്മ. ഓർമ്മ പോലും ഇല്ലാത്ത നിന്നെയാണ് അവർ ഇനി കാണാനായിട്ട് പോകുന്നത്. നിന്നെ മാത്രമല്ല, നിന്റെ അച്ഛമ്മയെയും ഈ അവസ്ഥയിൽ ഞാൻ എത്തിക്കും. റസിയക്ക് പ്രതികാരം ചെയ്തേ തീരൂ. അതിന് എന്ത് മാർഗവും ഞാൻ നോക്കും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഗുണ്ടകളോട് ചിത്തിരിയെ പിടിച്ചു നിർത്താൻ പറയുന്നുണ്ട് റസിയ. അവരങ്ങനെ ചിത്തിരിയെ ബലമായി പിടിച്ചു നിർത്തുന്നതും റസിയ ആ മരുന്ന് ചിത്തിരിയുടെ ദേഹത്ത് ഇഞ്ചക്ട് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി 2 ഡോസും കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ഇവിടുന്ന് വിടും. പിന്നെ നീ പോയാലെന്ത് വന്നാലെന്ത് എന്ന് റസിയ പറയുന്നതും ചിത്തിരി അവിടെ മയങ്ങി വീഴുകയാണ് കേട്ടോ. അതിനുശേഷം ഹരിയോടായിട്ട് മഹേഷ് പൂജയ്ക്കുള്ള ലിസ്റ്റ് കൊടുത്തിട്ട് ഇത് വാങ്ങിക്കൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെടുകയാണ് കേട്ടോ. തുടർന്ന് മഹേഷ് പറയുന്നുണ്ട്, നമ്മളിവിടെ താമസിച്ചു കൊണ്ടിരുന്നവരാ, അതുകൊണ്ട് വേണമെങ്കിൽ പൂജകളൊന്നും നടത്തേണ്ട. പക്ഷേ ഞാൻ നടത്താമെന്ന് വിചാരിച്ചു. വാസ്തുഹോമം, ഭഗവതി സേവ, ഗണപതി ഹോമം എല്ലാം നടത്താനുള്ളതാണ്. അത് നടത്താനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണിത്. അതിവിടെ വെച്ചിട്ട് നീ ഓട്ടം പോയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹേഷ്. ഹരിയും അതിന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹരി അവിടെ ഒന്നും പോവാണ് കേട്ടോ. പക്ഷേ ഹരിയെ കാണുന്ന നിരഞ്ജന ചിത്തുവിനെ ആരോ തട്ടിക്കൊണ്ട് പോയെന്നും റസിയയുടെ ആൾക്കാരാണെന്ന് സംശയമുണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ ഹരി. കൊല്ലും ഞാൻ അവരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഹരി. അപ്പോൾ നിരഞ്ജന പറയുന്നുണ്ട്, ആവേശമല്ല ഇപ്പോൾ കാണിക്കേണ്ടത്, ബുദ്ധിയാ. എങ്ങനെയെങ്കിലും ചിത്തുവിനെ ആദ്യം രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ, അതിന് അവൾ എവിടെയുണ്ടെന്ന് അറിയില്ലല്ലോ എന്ന് ഹരി പറയുന്നതും, അവർക്കറിയാൻ പറ്റുമല്ലോ ആ റസിയക്ക് നിരഞ്ജന പറയുന്നതും. അവർ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ എന്ന് ഹരി ചോദിക്കുമ്പോൾ, പിന്നെ ആരിങ്ങനെ ചെയ്യാൻ, ജയിലിലിട്ടില്ലേ, ചിലപ്പോൾ അതിൻ്റെ ദേഷ്യം തീർന്നതാവും എന്നൊക്കെ പറയുന്നുണ്ട് നിരഞ്ജന. മതിയായില്ലേ അവർക്ക്, ചിത്തു നിരപരാധിയല്ലേ, ഒരു പെൺകുട്ടിയാണെന്ന് പോലും ഓർത്തില്ലല്ലോ എന്നൊക്കെ കലിപ്പോടെ ഹരി പറയുന്നതും, അച്ചമ്മയെ കരയിപ്പിക്കണം, അതിനുള്ള ശ്രമം. ചിത്തുവിന് എന്തെങ്കിലും പറ്റിയാലല്ലേ അച്ചമ്മ വേദനിക്കൂ, അവർക്ക് ശരിക്കും ഭ്രാന്ത, പക കൊണ്ടുള്ള ഭ്രാന്ത് എന്നൊക്കെ പറയുന്നുണ്ട് നിരഞ്ജന. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നീരു, പോലീസിൽ പരാതി കൊടുക്കാമെന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. പോലീസ് സംവിധാനം മൊത്തം റസിയയുടെ ഒപ്പമാണെന്നൊക്കെ ഹരി പറയുമ്പോൾ, തന്നെയുമല്ല, അത് ചിത്തുവിന് നാണക്കേടാവുകയും ചെയ്യും. നമ്മൾ അവളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കണ്ടേ, നാളെ IAS എടുക്കേണ്ട ആളാ. അങ്ങനെ ഒരു കുട്ടിയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയെന്ന് നാട്ടുകാരറിഞ്ഞാൽ അത് മോശമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിരഞ്ജനയും ഹരിയോടായിട്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, നാട്ടുകാരെയൊന്നും ഞാൻ മെയിൻ ചെയ്യുന്നില്ല, അതൊന്നും എനിക്കൊരു വിഷയവുമല്ല. അല്ലെങ്കിലും നാട്ടുകാരെന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ടില്ല ഞാൻ ചിത്തുവിനെ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും എനിക്കറിയണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഹരി. നിയമത്തിൻ്റെ ഒരു സംവിധാനവും തേടാൻ പറ്റില്ല, അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ രക്ഷിക്കും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് നിരഞ്ജന പറയുമ്പോൾ, അച്ചമ്മയെ വിവരം അറിയിക്കേണ്ടതെന്ന് ഹരി ചോദിക്കുന്നതും, തൽക്കാലം പറയണ്ട, നമുക്ക് തന്നെ ശ്രമിക്കാം, പറ്റിയില്ലെങ്കിൽ മാത്രം അച്ചമ്മയോട് പറയാമെന്ന് നിരഞ്ജന പറയുമ്പോൾ, പ്രശ്നമായാൽ അച്ചമ്മ നമ്മളെ കുറ്റപ്പെടുത്തില്ലേ എന്ന് ഹരി പറയുന്നതും, പ്രശ്നമാവില്ല, ആവാൻ സമ്മതിക്കരുത് എന്ന് പറയുന്നുണ്ട് നിരഞ്ജന. അതിനുശേഷം അവർ റസിയയുടെ അടുത്ത് ചെന്നിട്ട് ചിത്തിര എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഏത് ചിത്തിര എന്ന് പറഞ്ഞ് തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നടിക്കുന്നുണ്ട് റസിയ. അപ്പോൾ ഹരി, നിങ്ങളുടെ അഭിനയം കാണാനല്ലേ ഞങ്ങൾ വന്നത്, ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് ചിത്തിരിയെ തട്ടിക്കൊണ്ടു പോയത് നിങ്ങളാണെന്ന് ഹരി പറയുമ്പോൾ, തട്ടിക്കൊണ്ടു പോയെന്നോ, ആര്? മക്കളെ, ഞാൻ ആ ടൈപ്പൊന്നുമല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കുന്ന റസിയ വീണ്ടും പറയുന്നതും, സത്യം പറയാതെ നിങ്ങൾ ഇവിടുന്ന് വിടില്ല എന്ന് നിരഞ്ജന പറയുന്നതും, ഭീഷണിയാണോ എന്ന് റസിയ തിരിച്ചു ചോദിക്കുമ്പോൾ, അതെ ഭീഷണിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഹരി. അപ്പോൾ ഇത് കേൾക്കുന്ന റസിയ പറയുന്നുണ്ട്, എന്നാ കേട്ടോ, ചിത്തിര എൻ്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്, രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചോ എന്ന് വെല്ലുവിളിക്കുന്നുണ്ട് റസിയ.
ചിത്തിരിയെ ഞാൻ പൊക്കിയിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റേതായ കാരണമുണ്ട്, ന്യായമുണ്ട്. എൻ്റെ അച്ഛനെ കൊന്നവരോടാണ് ഞാൻ പ്രതികാരം ചെയ്യുന്നത്. അത് പാടില്ലെന്ന് പറയാൻ നിനക്കൊക്കെ എന്ത് അധികാരമാണുള്ളത്? അതെൻ്റെ കടമയാണ്, ഞാനത് ചെയ്തിരിക്കും എന്ന് തന്നെ പറയുന്നുണ്ട് റസിയ. അപ്പോൾ ഉടനെ തന്നെ നിരഞ്ജന, നിങ്ങൾ അച്ചമ്മയോട് പ്രതികാരം തീർത്തോ? എന്തിനാണ് നിരപരാധിയായ ചിത്തിരിയോട് കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ആ കുടുംബത്തോടാണ് എനിക്ക് പക. ആ കുടുംബത്തിലുള്ള സകലരെയും ഞാൻ നശിപ്പിക്കും. എന്തായാലും സർവീസിൽ നിന്ന് സസ്പെൻഷൻ വാങ്ങിച്ചു തന്നു. ഇനി എനിക്ക് കീഴും മേലും ഒന്നും നോക്കാനില്ല. നിയമത്തെ അനുസരിക്കണമെന്ന ബാധ്യതയുമില്ല. യൂണിഫോം ഇട്ട് ചെയ്യാൻ ഭയക്കുന്ന പലതും എനിക്കിനി ചെയ്യാം. ഞാനത് ചെയ്യും. എന്നെ തടയാൻ നോക്കണ്ട. അതുകൊണ്ട് അവരോട് തിരിച്ചു പോവാൻ തന്നെ പറയുന്നുണ്ട് റസിയ. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന ഹരി പറയുന്നുണ്ട്, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ, നിങ്ങൾ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ അവളെ കണ്ടുപിടിക്കും. നിങ്ങൾക്ക് മാത്രമല്ല വാശി, ഈ ഹരിക്കുമുണ്ട് എന്ന് ഹരി പറയുന്നത് കേട്ട്, ഞാൻ അവളെ കാലാകാലം തടവിലൊന്നും ഇടാനൊന്നും പോകുന്നില്ല. ഉടനെ തന്നെ പുറത്തു വിടും. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ചിത്തിര വേറൊരു ചിത്തിരയായിരിക്കും. നിങ്ങൾക്ക് ആർക്കും തിരിച്ചറിയാൻ പോലും പറ്റാത്ത ചിത്തിര എന്ന് റസിയ പറയുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ റസിയ ബീഗം എന്ന നിങ്ങൾ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഹരിയും നിരഞ്ജനയും അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ചിത്തിരയ്ക്ക് ബോധം തെളിയാണ്. ബോധം തെളിയുന്ന ചിത്തിര പതിയെ അവിടെ നിന്ന് എണീറ്റ് പോവാൻ തുടങ്ങുന്നതും റസിയ ഓടി വന്നിട്ട്, നീ എവിടെ പോകുന്നു? നീ എത്ര ശ്രമിച്ചാലും ഇവിടെ നിന്ന് ഓടിപ്പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിരട്ടുന്നുണ്ട് ചിത്തിരയെ. അപ്പോൾ ചിത്തിരയാണെങ്കിൽ ദയനീയമായിട്ട് ഇവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റസിയ അതൊന്നും ചെവി കൊള്ളാതെ ചിത്തിരയെ പേടിപ്പിച്ച് നിർത്തുകയാണ്. നിങ്ങളും അച്ചമ്മയും തമ്മിലല്ലേ വഴക്ക്? അതിന് നിരപരാധിയായ എന്നെ എന്തിനാണ് ദ്രോഹിക്കുന്നത് എന്ന് ചിത്ര ചോദിക്കുമ്പോൾ, നിനക്ക് വേദനിച്ചാലേ നിന്റെ അച്ചമ്മയ്ക്ക് പൊള്ളൂ. ഒരു ഡോസ് അല്ലേ കഴിഞ്ഞുള്ളൂ, ഇനിയും 2 ഡോസ് ഉണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ ആരാണെന്ന് പോലും നിനക്ക് ഓർക്കാൻ പറ്റില്ല. എന്തിന് ഞാൻ? നീ ആരാണെന്ന് പോലും നിനക്ക് ഓർമ്മയുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് നിന്റെ അടുത്ത ഡോസിൻ്റെ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രയെ ബലം പ്രയോഗത്തിൽ അവരെല്ലാവരും കൂടി അടുത്ത ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചിത്രയുടെ ശരീരത്തിൽ കുത്തിവെച്ച്, ഇത് 2ാം ഡോസ്, ഇനി ഒരു ഡോസും കൂടിയുണ്ട്, അതും കഴിഞ്ഞാൽ നീ ഫ്ലാറ്റ്. പിന്നെ നിന്നെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും പറ്റില്ല എന്ന് പറയുന്നുണ്ട് റസിയ. ചിത്രക്കാണെങ്കിൽ തല കറക്കം പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുന്ന റസിയ, ഇങ്ങനെ വരും എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അവസാന മരുന്നും കൂടി നിന്റെ സിരകളിൽ എത്തുമ്പോൾ നീ അല്ലാതായി മാറും. അത് കണ്ട് ഞാൻ സന്തോഷിക്കും എന്നൊക്കെ റസിയ പറയുന്നതും ചിത്തിര അവിടെ ബോധം കെട്ട് വീഴുന്നതും ഒരുമിച്ചാണ് കേട്ടോ. അതിനുശേഷം ഹരിയും നിരഞ്ജനയും കൂടി ഒരാളെ കാണാനായിട്ട് എത്തുകയാണ് കേട്ടോ. അപ്പോൾ അയാളോടായിട്ട്, ഒരു വിവരം അറിയാൻ വേണ്ടി വന്നതാ. ചേട്ടനറിയാതെ ഈ ഏരിയയിൽ ഒരു ഓപ്പറേഷൻ നടക്കില്ലെന്ന് എനിക്കറിയാം. പഴയ ആഭ്യന്തരമന്ത്രി മല്ലികയുടെ കൊച്ചുമോളില്ലേ ചിത്തിര, അവളെ കാണാനില്ല. പൊക്കിയത് റസിയ ബീഗം എന്ന സസ്പെൻഷനിലായ SP ആണ്. റസിയക്ക് വേണ്ടി ഏതോ ഒരു ഗ്യാങ്ങാ അത് ചെയ്തത്. ആരാണ് പൊക്കിയത്, എവിടെയാണ് കൊണ്ടുപോയത് എന്നറിയാൻ പറ്റുമോ എന്നൊക്കെ ഹരി അയാളോടായിട്ട് ചോദിക്കുമ്പോൾ, റസിയ ബീഗം. അങ്ങനെയാണെങ്കിൽ അത് ആ റോഷൻ്റെ ടീമായിരിക്കും ചെയ്തതെന്ന് അയാൾ പറയുന്നതും, അവരെ ആരെയെങ്കിലും കാണാൻ പറ്റുമോ ആ ഗ്യാങ്ങിൽപ്പെട്ടവരെന്ന് ഹരി ചോദിക്കുന്നതും, ഇപ്പോൾ പറ്റില്ല, ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫോൺ പോലും എടുക്കില്ല എന്ന് പറയുന്നുണ്ട് അയാൾ. അപ്പോൾ ചേട്ടൻ്റെയും നിരഞ്ജന ചോദിക്കുന്നതും എൻ്റെയും എന്ന് പറയുന്നുണ്ട് അയാൾ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കണമെന്ന് ഹരി പറയുന്നതും, അതിനിപ്പോൾ റോഷനായതുകൊണ്ട് കിഴക്കോട്ട് നോക്കിയാൽ മതി, മലയടിവാരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, അവിടെയായിരിക്കും കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അയാൾ. അപ്പോൾ എന്തായാലും ആ 3ാമത്തെ ഡോസ് മരുന്ന് ചിത്തിരയ്ക്ക് കുത്തിവെക്കുന്നതിന് മുമ്പ് ഹരി എന്തായാലും ചിത്തിരയെ രക്ഷിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ചിത്തിരയെ രക്ഷപ്പെടുത്തി മല്ലികാമ്മ വിവരം അറിഞ്ഞാൽ പിന്നെ റസിയക്ക് രക്ഷയില്ല. മരണത്തിൽ കവിഞ്ഞ് ഒരു ശിക്ഷയും മല്ലികാമ്മ കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെ ആയിരിക്കും കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്